ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ചു കടന്ന നടൻ ഷൈൻ ടോം ചാക്കോ പൊള്ളാച്ചിയിലെന്ന് സൂചന. പൊള്ളാച്ചിയിലെ റിസോർട്ടിലുണ്ടെന്നാണ് ടവർ ലൊക്കേഷനുകൾ സൂചിപ്പിക്കുന്നത്. കൊച്ചിയിലെ ഹോട്ടലിൽ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം നടി വിൻസി അലോഷ്യസിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ ഉണ്ടായത്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഷൈനെ അന്വേഷിച്ചെത്തിയതല്ല, പക്ഷേ ഈ സംഘത്തെ കണ്ട് ഷൈൻ ഇറങ്ങി ഓടിയെങ്കിൽ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അത് അന്വേഷിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? ഷൈൻ എവിടെയുണ്ട്? വീണ, തീർച്ചയായും വലിയ ദുരൂഹതകൾ തന്നെയാണ് ഷൈൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിലുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിൽ ലഹരി ഇടപാടുകളോ ലഹരി ഉപയോഗമോ ഇല്ലായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഇത്ര സാഹസികമായി ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. എന്നാൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒരു അടിയന്തരമായി ഷൈനെ കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗം നടന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയില്ല. എന്നാൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, കയ്യിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഷൈൻ തിരിച്ചെത്തിയ ശേഷം ചോദ്യം ചെയ്യാം എന്നൊരു നിലയിലേക്കാണ്. എന്നാൽ ഷൈൻ ഇപ്പോൾ പൊള്ളാച്ചിയിലാണ് ഉള്ളതെന്ന ഒരു വിവരം തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ടവർ ലൊക്കേഷനുകൾ അടക്കം വെച്ച് പരിശോധിച്ചപ്പോഴാണ് പൊള്ളാച്ചിയിലെ ഒരു റിസോർട്ടിൽ തങ്ങുന്നതായ വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഷൈൻ ടോം ചാക്കോ ഓടി ഇറങ്ങി ഓടിയത്. അതായത് മറ്റു ലഹരി സംഘങ്ങൾ അവിടെ തങ്ങുന്നുണ്ട് ഹോട്ടലിൽ എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊച്ചി നഗരത്തിലെ ഹോട്ടലിലേക്ക് പോലീസിന്റെ പ്രത്യേക ഡാൻസ് ഓഫ് സംഘം, ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫ് ഗ്രൂപ്പ് എത്തിയത്. അവിടെ എത്തി താഴത്തെ നിലയിൽ അവർ നിൽക്കുമ്പോൾ തന്നെ കൃത്യമായി വിവരം ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുകളിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് ചാടുന്നു. അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ കൃത്യമായ സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഡാൻസ് ഓഫ് സംഘം താഴെ എത്തിയത് കൃത്യമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാൻ കഴിഞ്ഞത്, മാത്രമല്ല പോലീസിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ ഹോട്ടൽ ജീവനക്കാരിൽ നിന്നോ ഈ വിവരങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചോർന്ന് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ലഹരി സംഘം അവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയതെങ്കിലും അത്തരം ഒരു സംഘത്തെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഷൈൻ ടോം ചാക്കോയുമായി കൂടിക്കാഴ്ച നടത്തിയ ആളുകൾ എന്നിവരെയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. 2 യുവതികൾ ഷൈൻ ടോം ചാക്കോയെ കാണാൻ എത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് ലഹരി ഇടപാടുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നിലയിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഓക്കെ, ശരി.